ഗുഡ് മോർണിംഗ്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6:07 എപ്പോഴാട്ടോ വർക്കിന് ഇറങ്ങുന്നത്. ഊബർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. കുറച്ച് സീറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ്ടായിരുന്നു. അപ്പൊ വെറുതെ സമയം കളയേണ്ട രീതിയിൽ നേരത്തെ ഊബറൊക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. 6:08 ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ നമ്മൾ 82,376 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത്. പിന്നെ 768 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിന് ഹാഫ് ടാങ്ക് CNG പാടുണ്ട്. പിന്നെ ബിയിൽ 133 കിടക്കുന്നുണ്ട്. അത് നമുക്ക് 0 ആക്കിയിടാം. പിന്നെ നമ്മളെ വൈപ്പർ താത്താൻ മറന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വീടിന്റെ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ വൈപ്പർ താത്തി കൊടുക്കാം. അപ്പൊ ഏതായാലും ഊബറൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ ശരിയാക്കാണ്ട്. ക്യാമറ പിന്നെ വലിയ പ്രശ്നമില്ല, വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നം വരൂലല്ലോ, അതവിടെ ഇങ്ങനെ വെച്ചേരി കുഴപ്പമില്ല. അത് നമുക്ക് ഒഴിവിനനുസരിച്ച് എപ്പോഴേലും റെഡിയാക്കാം. നമ്മള് ഗേറ്റും കാര്യങ്ങളും അടച്ചുട്ടോ. ഈ വണ്ടിന്റെ വൈപ്പറും താത്തട്ടെ. ഒരു പ്രത്യേക സൗണ്ടേ വണ്ടിന്റെ അവിടുന്ന് ഇപ്പൊ വരുന്നുണ്ട് പറഞ്ഞാൽ അത് ബോണറ്റിന്റെ അവിടുന്ന് അളകുന്ന എന്തോ ഒരു സൗണ്ടാണ്. അപ്പോ ചിലപ്പോ അത് ഓടിയാ റെഡിയാവുമായിരിക്കും. കുറെ ദിവസം ഓടാതെ വെച്ചാലേ. അപ്പൊ ഒന്ന് ഓടി വെക്കാം. ഇന്നെന്തായാലും ഒരു 150 കിലോമീറ്റർ എന്തായാലും ഓടാക്കൂലല്ലോ. ഓടിയിട്ട് സൗണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം. അപ്പൊ ആദ്യം നമ്മള് നേരെ സ്ട്രൈറ്റ് പോയിട്ട് റൈറ്റ്, എവിടെ മുണ്ടമ്പാലം ചായക്കട, അവിടുന്ന് ഒരു ചൂട് ചായ കുടിക്കുക, സ്റ്റാർട്ട് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഓണാക്കിയിട്ടുണ്ട്. ട്രിപ്പ് അടിച്ചപ്പോ തന്നെ പോകും. ഇപ്പൊ ട്രിപ്പ് അടിക്കാണ് നമുക്ക് വേണ്ടത്, വേറെ അടുത്തുനിന്ന് ചാടിച്ചാൽ മതി. പക്ഷെങ്കിൽ ഇപ്പൊ ഒന്ന് ട്രിപ്പ് അടിച്ച് കിട്ടണം. അപ്പൊ നമ്മള് ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ഒരു ഗ്ലാസ് ചായ അടിക്കട്ടെ. നമ്മളെ വണ്ടിക്ക് ഇനിയുള്ള പെൻഡിങ് വർക്കുകളെ, നമ്മളെ സ്റ്റെയറിങ്ങിന് ഒരു കവർ ഇടണം. സ്റ്റെയറിംഗ് കവർ അതിങ്ങനെ ദ്രവിച്ച് പോകുന്നുണ്ട് പൊടിയായിട്ട്. നമ്മൾ ആദ്യം ഓടിയതിന് സെലേറിയോലും ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നം. അപ്പൊ ഇതങ്ങനെ പൊടിയേൽ തുടങ്ങിയില്ല, എന്നാലും ഇവിടെ ഇങ്ങനെ കുറച്ച് തേഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുമ്പേ ആദ്യം അത് ക്ലിയർ ചെയ്ത് വെക്കണം. അതിന് 800 റുപ്യ എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ചോദിച്ചപ്പോ. പിന്നെ അത് സമയം എടുക്കുന്ന പറഞ്ഞപ്പോ ഞാൻ അവിടുന്ന് പോകുന്നത്. അത് പിന്നെ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് വീൽ അലൈൻമെന്റും ബാലൻസിങ്ങും റൊട്ടേറ്റിങ്ങും ആണ്. നമ്മൾ കുറെ ദിവസമായി നമ്മൾ ചെയ്തിട്ട്. കാരണം നമ്മളെ ടയറിന്റെ സ്ക്രൂവിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് ചെയ്യണം. ചെറുതായിട്ടൊന്ന് അലൈൻമെന്റ് തെറ്റിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ രീതിയിലുള്ളൂ. പിന്നെ കുറെ ദിവസമായല്ലോ. അപ്പൊ ഏതായാലും അത് ചെയ്യണം. പിന്നുള്ളത് നമ്മളെ റെഡ് സൈഡത്തെ സൗണ്ടാണ്. അത് പിന്നെ ഇന്നൊന്ന് ഓടിച്ച് നോക്കി നോക്കട്ടെ, ഇന്ന് സൗണ്ട് വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കി നോക്കണം. ഇന്നലെ ഒരു സൗണ്ട് കേട്ടു, പക്ഷെ അത് കൺഫേം അല്ല, അത് തന്നെയാണോന്ന് അറിയില്ല. അപ്പൊ ഏതായാലും ഇങ്ങനത്തെ ഒരു 3 കംപ്ലൈന്റുകളാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ അപ്പൊ ഏതായാലും പോയിട്ട് ചാടിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6:38 ആയപ്പോ ഒരു സുപ്രിയ അടിച്ചിട്ടുണ്ട് ട്രിപ്പ്. ഇതിന് മുമ്പ് ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. 300 രൂപയുടെ ട്രിപ്പായിരുന്നു. ഞാൻ ചായ പൈസ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. സുപ്രിയോനെ പോയി പിക്ക് ചെയ്യട്ടെ. എവിടുന്നാണ് ഒരു AKG റോഡ് എന്നൊക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ വന്ന മാച്ച് ട്രിപ്പിന്റെ കേട്ടോ. നമ്മളെ താജുവിന്റെ റോഡാണ്. ലെഫ്റ്റ് ഇറങ്ങിയിട്ട് റൈറ്റ്. ഇവിടെ എവിടേക്കാണ് താജുവിന്റെ റൂമുള്ളത്. നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എവിടെ ആളെ കാണാനില്ല. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ लोकेशन में गाड़ी तो दिखाई नहीं दे रहा. ठीक है, मैं आ रहा हूँ नीचे. ओके. നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലുണ്ട്. കണ്ടോ, പച്ചപ്പുള്ളിന്റെ അവിടെ ഉണ്ട്. ലൊക്കേഷനിൽ കാണാനല്ലോ നല്ലവൻ പറഞ്ഞത്. ഹിന്ദി കുറച്ച് ദിവസമൊക്കെ അറിയുള്ളൂ. അപ്പൊ എന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അതിനകത്താണെന്നാവും. ഹിന്ദിക്കാരനാണ്. അപ്പോ ഇന്നിപ്പോ ഏതായാലും അതിന് AC ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല തണുപ്പുണ്ട്, ഇന്ന് നല്ല മഞ്ഞുണ്ട്. അപ്പൊ പിന്നെ ഇന്ന് AC വേണ്ട. പിന്നെ ഹിന്ദിക്കാരന്മാരല്ലേ, ചില ഹിന്ദിക്കാരന്മാരെ കേറിയാല് കുറ്റം പറയാലോ കേട്ടോ. നല്ല സ്മെല്ലുണ്ടാവും ചിലപോലെ കേട്ടോ. ചില നല്ല പ്രീമിയം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹിന്ദിക്കാരന്മാര് പല ആൾക്കാരുണ്ടല്ലോ, കൂടുതൽ പണിക്കാരാണ്. അപ്പൊ ഈ രാവിലെ ഒക്കെ കിട്ടണം. ഈ ഏരിയ മുഴുവൻ ലോക്കല് ഹിന്ദിക്കാരന്മാരുടെ ഒരു ഏരിയയാണ്. ഭയങ്കര സ്മെല്ലുണ്ടാവും. നമ്മള് ബുദ്ധിമുട്ടൊക്കെ AC ഇട്ട് പോയാല്. ഇതിപ്പോ എനിക്ക് ഹിന്ദിക്കാരനാണെന്ന് അറിയൊന്നുമില്ല. ഇത് ഇന്ന് പൊതുവെ നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ AC ഇടാൻ മറന്നതാണ്. അപ്പൊ ഇനി വേണ്ടാന്ന് വിചാരിച്ച്. നല്ല നാച്ചുറൽ കാറ്റ്. ഇപ്പൊ വണ്ടിയും പുകയും പൊടികളൊന്നും ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏതായാലും നമ്മളെ കസ്റ്റമർ ഏറ്റപ്പോഴും കാണാനല്ല. ഇത് ചങ്ങായിമാര് റോങ് ലൊക്കേഷനാണ് കൊടുത്തിരിക്കണത്. കണ്ടോ, ഷെഡ് ഇവിടെ കിടക്കുന്നത്. അതായത് എവിടെ വെച്ചാല് നമ്മളെ കങ്ങരപ്പടി മെയിൻ റോട്ടുമാണ് കിടക്കുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്റർ തികച്ചില്ല. പിന്നെ എന്താ വെച്ചാല് ഇവിടെ നിന്നാലും നമുക്ക് ക്യാൻസൽ ചെയ്താലൊക്കെ പൈസ കിട്ടുള്ളൂ. ഇപ്പൊ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നാല്. പക്ഷെ അതില് കുഴപ്പമില്ല, നമുക്ക് വേഗം പോയിട്ട് ആ ട്രിപ്പ് ക്ലോസ് ചെയ്യാം. പിക്ക് ചെയ്യാൻ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, വലിയ റോങ് ലൊക്കേഷൻ ഒന്നല്ല. അതുകൊണ്ട് പോയി പിക്ക് ചെയ്യട്ടെ. ഞാൻ 2 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞേക്കണേ.
പൂക്കാട്ടോടി അല്ല. പിക്കപ്പ് റോങ്. അപ്പൊ ഇതായിരുന്നു നമ്മളെ കസ്റ്റമറിൽ പോകുന്നേ. കയ്യിൽ എന്തോ ഒരു എന്താ തോക്കാണായി. അയ്യോ AK-47 എന്റെ പിടുത്തൊക്കെ നോക്കിയേ. അപ്പോ സെൽഫി ചോദിക്കണ്ട്. ഇതാണ് ഊബറിന്റെ പ്രശ്നം. ഇടക്കിടക്ക് ഇങ്ങനെ സെൽഫി ചോദിക്കും. ക്യാമറ മാറ്റി പിടിക്കട്ടെ, ചിലപ്പോ ആവൂല. കണ്ടോ, ഒന്നുകൂടി പറയണ്ട്. വണ്ടി ഓടിക്കുമ്പോ എടുക്കാൻ പറ്റൂല. അപ്പൊ ഒരാര് വണ്ടി നിർത്താൻ പറയും. ഇതിപ്പോ ഓക്കെ, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. എന്നാലും ട്രിപ്പ് അടിക്കൂല, ഇല്ലാന്നൊരു ട്രിപ്പ് അടിക്കൂല. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ആളോട് മറ്റേ പിൻ നമ്പറൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു പിക്കപ്പ് ലൊക്കേഷൻ റോങ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്തോ ഹിന്ദി പറഞ്ഞു. ഞാനും ഓക്കെ എന്നും പറഞ്ഞ് നിർത്തി. കാരണം നമുക്ക് ഹിന്ദി അറിയില്ല ബാക്കി സംസാരിക്കാന്. നിങ്ങൾ കണ്ടതല്ലേ പിന്നെ ഇവിടെ കിടക്കുന്നതെന്ന്. അപ്പൊ ആള് കൊടുത്തത് റോങ് തന്നെയാണ്. അപ്പൊ എന്തോ പറഞ്ഞു. ഞാൻ പിന്നെ സംസാരിക്കാൻ പോയില്ല, നമുക്ക് സംസാരിക്കാൻ അറിയാത്തോണ്ട്. അതുകൊണ്ട് അവിടെ നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ പിക്കപ്പ് വലിയ റോങ് ഒന്നും അല്ല, അതുകൊണ്ട് അവിടെ പോയി എടുത്തു. പിന്നെ അതേപോലെ 150 ക്യാഷ് കളക്ട്. എന്റെ അടുത്ത് 50 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ ചായ കുടിച്ചപ്പോ 50 കൊടുത്തപ്പോ 10 കുറഞ്ഞു, 40 രൂപ ഉള്ളു. അപ്പൊ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ഞാൻ പറഞ്ഞു. അപ്പൊ ഗൂഗിൾ പേ ഇല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു 40 ഉള്ളു, ആ കുഴപ്പമില്ല. അപ്പൊ 10 രൂപ ടിപ്പും കിട്ടി. ഗതികേടുകൊണ്ട് ടിപ്പ് തന്ന്. അങ്ങനത്തെ ടിപ്പാണ്. അപ്പൊ നമ്മള് റോങ് ആയിട്ട് പിക്ക് ചെയ്യാൻ പോയില് നമുക്ക് കിട്ടി. പിന്നെ ഒരു താങ്ക് യു പറഞ്ഞിട്ട് ആൾ ഇറങ്ങിപ്പോയി. കറക്റ്റ് പൂക്കാട്ടുപടി ജംഗ്ഷനിലാട്ടോ. ഇവിടെ ഇപ്പോ ഹിന്ദിക്കാരന്മാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം അവിടെ നല്ല ഹിന്ദിക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഒക്കെ പണിക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ ആളും അതിന് വന്നതായിരിക്കും. നമ്മളെ കണ്ണാടി ശരിയാക്കണം. ആ ടയറിന്റെ അവിടേക്ക് കാണുന്ന ചെറിയ കണ്ണാടി കറക്റ്റ് അല്ല. പിന്നെ വലുതും കുറച്ചാണ് നീക്കാണ്ട്. ഇതും ഇതാണ് തിരിഞ്ഞാണ്ട കിടക്കുന്നത്. വണ്ടി നമ്മൾ ഇന്നലെ കഴുകിയപ്പോഴേ അങ്ങോട്ട് മാറിയതാണ്. നല്ല മഞ്ഞുണ്ട്, ഇപ്പോഴും മഞ്ഞുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പോരുന്നതൊക്കെ നല്ലൊരു പാടത്ത് കൂടി പോണപ്പോഴേ നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട്. പക്ഷേ കുറച്ച് പൊടി പാറി. അത് സ്ക്രീനൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. കുറച്ച് പൊടി പാറി. അപ്പൊ ഗ്ലാസ് പൊക്കേണ്ടി വരും. കാരണം ഇങ്ങനത്തെ വലിയ വലിയ ലോറികള് പോകുമ്പോൾ പൊടി പാറും. ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്, കിട്ടുന്നുണ്ടോക്കട്ടെ. 268 രൂപയുടെ ട്രിപ്പാ. ഡ്രോപ്പ് ഒന്നും നോക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ലോറി വന്നോണ്ട്. കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. ഈ പൂക്കാട്ടോടിയിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. കേട്ടോ, ആ ട്രിപ്പ് പോയി. അപ്പൊ ഇനി എന്ത് ചെയ്യാന്നോ, ഇവിടെ നമുക്ക് പൂക്കാട്ടോടി ജംഗ്ഷനിൽ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിയാ. ലെഫ്റ്റ് മാത്രമേ തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അവിടെ എവിടെയൊക്കെ ഗ്യാപ്പിൽ സൈഡായി കൊടുക്കാം. അതപ്പൊ ഈ വീണ്ടും അടിച്ചിട്ടുണ്ട് 236 മാച്ച്. ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഒറിജിനൽ ആയിരിക്കും. ആദ്യം വന്ന ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെയാണ് മാച്ചിന്റെ പരിപാടികൾ. നമ്മളെ നാളത്തെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ബുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോ തന്നെ ഒരു മാച്ച് വരും. അതായിരിക്കും ഫസ്റ്റ് വന്നത്. ഇനി ഇത് വേറെ ഡ്രൈവർമാർ കൊണ്ടുപോയിക്കണമെങ്കിൽ പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, ഇത് കിട്ടിയിട്ടാണോ ടിങ്കു. 14 കിലോമീറ്റർ ഉണ്ട്. പിക്കപ്പ് ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒറിജിനൽ ആണ്, മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അങ്ങനെ നമ്മള് ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ പെരുമ്പാവൂർ ആ ഭാഗത്തേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. പെരുമ്പാവൂർ CNG പമ്പൊക്കെ അവിടെയാണ്. നമ്മൾ ആയിക്കൂടി ഇങ്ങോട്ടാണ് പോകുന്നത്. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോകുന്നു CNGന്റെ അവിടുന്ന്. ഇത് നമുക്ക് 224 രൂപ കിട്ടിയത്. 14 കിലോമീറ്റർ ഉണ്ടായിരുന്നു പെരുമ്പാവൂരിലേക്കാട്ടോ. 28 മിനിറ്റ് എടുത്തിട്ടുള്ളൂ, ബ്ലോക്ക് ഇല്ലാത്തോണ്ട്. എന്താ രായമംഗലം. ഓക്കെ. അപ്പോ നമ്മളിപ്പോ അവിടെ ഡ്രോപ്പ് ചെയ്തതിന്റെ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് പോന്നിട്ടുണ്ട്. കാരണം നമ്മളെവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു അച്ഛനും ചെറിയൊരു മോളും. അപ്പോ അവരാദ്യം ഒരു ഓട്ടോറിക്ഷക്കാരനോട് എന്തോ ട്രിപ്പ് ചോദിക്കണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലേഡി നമ്മള് ടിൻഡുവിനെ നമ്മള് ഡ്രോപ്പ് ചെയ്തപ്പോ. അപ്പൊ ആ ഓട്ടോറിക്ഷക്കാരൻ എന്തോ സ്കൂൾ ട്രിപ്പ് എന്തോ പറഞ്ഞിട്ട് ഒഴിഞ്ഞു. അപ്പൊ ഇവരെന്നോടൊക്കെ ചോദിച്ചു ഊബർ അല്ലാണ്ട് ഓടാൻ പറ്റുമോ. നമുക്കെല്ലാം ഓടാൻ പറ്റും. കാരണം എന്താ വെച്ചാല് നമ്മള് സാധാരണ ടാക്സി പോലത്തെ വണ്ടി തന്നെയാണ്. നമ്മള് സാധാരണ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് യൂണിഫോമും വേണം കേട്ടോ. സാധാരണ ടാക്സിന്റെ പോലെ തന്നെയാണ്. അതുകൊണ്ട് യൂണിഫോമും വേണം. അപ്പൊ നമുക്ക് എല്ലാ ട്രിപ്പും വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ എന്നോട് അങ്ങനെ ലോക്കൽ ഓട് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് ഊബറിൽ റേറ്റ് നോക്കാറുണ്ട്. കാരണം കിലോമീറ്ററിന് പറഞ്ഞാൽ നഷ്ടാവും. എന്താ വെച്ചാല് ആകെ 2 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പൊ 1 കിലോമീറ്ററിന് 36 പറഞ്ഞാൽ 70 റുപ്യ എന്തോ ആവുള്ളൂ. ഇതിലെത്ര 130 രൂപയാണ്ടത്. അത് നമുക്ക് ലാഭമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, അപ്പൊ എന്നോട് പറഞ്ഞ ഇന്ന് തിരിച്ചു അങ്ങോട്ട് ആക്കി തരുമോ വെച്ച്. അപ്പൊ എന്ത് ചെയ്യാം, 130 260 വാങ്ങാം. അതിലെന്തേലും കുറച്ച് കൊടുക്കാം. ഇങ്ങോട്ടുള്ള 130, അങ്ങോട്ട് എന്താ 260 പറയുമ്പോ എന്തേലും പറയുന്നുണ്ടോ നോക്കട്ടെ, എന്നിട്ട് കുറച്ച് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ആള് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇടവഴിയാണ്, കുട്ടീനെ അങ്ങോട്ട് ആക്കാനാണ്. വരുമെന്നാവട്ടോ. പിന്നെ ഊബർ ത്രൂ അല്ലാത്തോണ്ടേ. പിന്നെ ആള് കാണുമ്പോ കുറച്ച് നല്ല ആളാണ്, വരുമായിരിക്കും എന്ന് വിചാരിക്കാം. പിന്നെ മറ്റേ ടിൻഡു ഉണ്ടല്ലോ, ടിൻഡുവിന് പേയ്മെന്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി. എന്താ വെച്ചാല് സ്പീഡ് റേഞ്ച് ഇല്ല, ഒരു പുള്ളിയുള്ള കാരണം. അപ്പൊ ഹോട്ട്സ്പോട്ട് ഒക്കെ കൊടുത്ത് ലാസ്റ്റ് പേയ്മെന്റ് ആയി.
ഏതായാലും ഇപ്പൊ ഇനി ഇയാള് വരട്ടെ, ഇയാളെ കാത്തിക്കട്ടെ. ഞാൻ ഇപ്പൊ CNG അടിക്കണോ വേണ്ടേറ്റ് നിക്കുക. നമ്മളെ ആള് വരുന്നുണ്ട്, കസ്റ്റമർ വരുന്നുണ്ട്. ഓക്കെയാണ്, അപ്പൊ ജെനുവൻ ആണ്. ഇത് പോകുന്നതായിരുന്നു കേട്ടോ. നമ്മളെ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മള് എടുത്തത് നേരത്തെ ഇവിടുന്ന് ആയിരുന്നു, ആര്യാസിന്റെ അവിടുന്ന്. അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 200 രൂപ കേട്ടോ ആളെ അയച്ചത്. ലൈല എന്താ പരീത്ത് പെയ്ഡ്. അപ്പൊ സംഭവേ ഞങ്ങളിങ്ങനെ കമ്പനി ആയിട്ട് സംസാരിച്ചിട്ടാണല്ലോ പോകുന്നേ. എനിക്ക് 160 130 അല്ലേ, 130 150 260 പറയാനൊരു ഇത്. കാരണം 3 കിലോമീറ്റർ ഞാൻ അങ്ങോട്ട് ദൂരം നോക്കിയില്ല, അങ്ങോട്ട് ഷോർട്ടിൽ നമ്മൾ പോയത്. ഇങ്ങോട്ട് കുറച്ച് ചുറ്റിട്ട് പോകുന്നു. അപ്പൊ 3 കിലോമീറ്റർ 27 കിലോമീറ്റർ ആയിരുന്നു, ഇപ്പൊ 30 ആയിട്ടുണ്ട്. അപ്പൊ 3 അപ്പൊ 20 40 60 രൂപ ശരിക്ക് 20 രൂപ കിലോമീറ്ററിന് കിട്ടുകയാണെങ്കിൽ മതി. പിന്നെ ഊബർത്തെ റേറ്റ് ആണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, എന്നോട് എത്ര പേയ്മെന്റ് വെച്ചു. നമ്മൾ 210 220 എത്ര പറഞ്ഞു. ഒരു 260 വേണ്ട, വലിയൊരു എമൗണ്ട് പറയാനും എനിക്ക് തോന്നുന്നില്ല. കാരണം 6 കിലോമീറ്റർ അല്ലേ പോന്നിട്ടുള്ളൂ. അയ്യോ അത്ര ആയോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് 130 ആയിരുന്നില്ല, അങ്ങോട്ട് മാത്രം 130 ആയിരുന്നു. പിന്നെ ഇങ്ങോട്ടുള്ളതും അവിടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോ അപ്പൊ 130 അങ്ങോട്ടും ഇങ്ങോട്ടും പോലും വെച്ചു. അത് ഇല്ല, അങ്ങോട്ടുള്ള റേറ്റ് മാത്രല്ലേ നമ്മൾ നോക്കിയതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ അത് കൂടിയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 260 പറഞ്ഞ എന്തൊക്കെ അവസ്ഥ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ എന്നതിലാറല്ല ഓട്ടോറിക്ഷ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ പറയാൻ പറ്റൂല. കാരണം ഇതിൽ AC ആണ്. കാറും ഓട്ടോറിക്ഷയും വ്യത്യാസമുണ്ട്. 3 ലക്ഷത്തിന്റെ വണ്ടിയും 7 ലക്ഷത്തിന്റെ വണ്ടിയും വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ ആളോട്. കാരണം എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി തന്നതിനാണ് 80 റുപ്യ. ഞാൻ പറഞ്ഞു MB-നെ ആക്കി തരൂല, MB-നെ അങ്ങോട്ട് മാത്രം. അങ്ങനെയാണെങ്കിലും 160 രൂപ ആവും. കാരണം ഓട്ടോറിക്ഷയ്ക്ക് മിനിമം ചാർജ് എത്ര 30 ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ഫസ്റ്റത്തെ കിലോമീറ്ററിന് മാത്രമേ ഉള്ളൂ. മിനിമം ചാർജ് ആണ് 30, പിന്നെ 15 20 അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അയ്യോ അത് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞത് 200 ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ 170 ആക്കണേ. പിന്നെ വേണ്ട, ഞാൻ വല്ലാണ്ട് ഇതാക്കിയില്ല. അത് നഷ്ടമായിരിക്കും, നമ്മൾ അങ്ങോട്ടുള്ള റേറ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. 200 ഇട്ടാൽ മതിയായിരുന്നു. ലാസ്റ്റ് 200 ഇട്ട് പോയി. ഏതായാലും ഇപ്പോഴേ ഇനിയിപ്പോ CNG അടിക്കണോ വേണ്ടേറ്റ് നിൽക്കുകയാണ്. 4 ഘട്ട CNG. ഇപ്പൊ 4ാമത്തേലാണ് ഇപ്പൊ നമ്മള് കുറച്ച് ഓടിയത്. ഇനിയിപ്പോ ഇവിടുന്ന് ബാക്കൊക്കെ നമുക്കൊരു 1 കിലോമീറ്റർ പോയ CNG പമ്പ് ഉണ്ട്. അടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം അടിക്കണ്ട. അതല്ല ഇത് കുറച്ചും കൂടി ഓടിയിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണേ. ഫ്യൂവല് എപ്പോഴും 2 ഘട്ട അല്ലെങ്കിൽ 1 ഘട്ട കഴിയാൻ നേരത്തൊക്കെ അടിക്കണമെന്ന് നല്ലത്. മറ്റെന്താന്നോ ഇടക്കിട്ട് ഇപ്പൊ ഹാഫ് കട്ടിയിൽ നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 350 400 റുപ്യന്റെ പൈസ പോകും. ശരിക്ക് ഫുൾ ടാങ്ക് മൊത്തത്തിൽ അടിക്കുകയാണെങ്കിൽ 500 സംതിങ് ആവുള്ളൂ. അപ്പൊ എന്താന്നോ ഈ അടിക്കുമ്പോ കുറച്ച് എയറൊക്കെ കയറുന്നുണ്ടാവും പിന്നെ അടിക്കുമ്പോ. അപ്പൊ അങ്ങനെ അടിക്കണത് നഷ്ടമാണ്. മൊത്തത്തിൽ കഴിഞ്ഞിട്ട് അടിക്കണതായിരിക്കും നല്ലത്. അപ്പൊ ഒന്നും കൂടെ ഓടിക്കോട്ടെ. നമുക്ക് ടൗൺ ഭാഗത്തേക്ക് എവിടെ പോയാലും ഇതുണ്ടല്ലോ, CNG പമ്പ് ഉണ്ടല്ലോ. ഇനിയിപ്പോ വല്ല മൂന്നാറൊക്കെ അടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അടിച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് പോവാം. വരാൻ പറ്റില്ല, ചിലപ്പോ മൂന്നാറൊക്കെ അടിക്കും. നല്ല തണുപ്പുള്ള കാലാവസ്ഥ അല്ലേ, കുറെ ടൂറിസ്റ്റ് ഇറങ്ങും ഇപ്പൊ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കുറച്ചും കൂടി ഫ്രണ്ടില് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അടിച്ച മക്കളെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോ ഇതാ ശ്രീജ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ അങ്കമാലിക്കാട്ടോ ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. 200 എത്ര ഉണ്ട്. ഇവിടുന്ന് അങ്കമാലിക്ക് വലിയ ദൂരമല്ല, അതുകൊണ്ടായിരിക്കും. 3 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് ഇവിടുന്ന്. പിന്നെ പിക്കപ്പ് കുറച്ച് കൂടുകയൊക്കെ ചെയ്യും, കാരണം ഇവിടെ വണ്ടി ഇല്ലാത്ത ഏരിയകളാണ്. അപ്പോ എന്തായാലും ട്രിപ്പ് അടിക്കും. നമ്മളെ ബാക്ക് തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. അതായത് നമുക്ക് പിക്കപ്പ് പോയാലും നഷ്ടമല്ല, 3 കിലോമീറ്റർ പോയാലും. കാരണം നമ്മൾ എറണാകുളം പോണ ഭാഗത്തേക്ക് തന്നെയാണ് പിക്കപ്പ് ഉള്ളത്, ബാക്ക് തന്നെ പോകേണ്ടത്. പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഇനിയിപ്പോ റോങ് പോയിട്ട് പിക്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ പിക്കപ്പിന് നഷ്ടം വരുള്ളൂ. അപ്പൊ ഇത് കുഴപ്പമില്ല. അപ്പൊ ഇത് പോയിട്ട് ശ്രീജനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടോ. ശ്രീജ അത് ഈ ഒരു വീട്ടിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇത് നമ്മളെ അങ്കമാലി ഏകദേശം എയർപോർട്ടിന്റെ സൈഡിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ റിവേഴ്സ് ഇട്ട് പോണം അവിടേക്ക്. അങ്ങോട്ടേ ഫുള്ള് കാടാണ്, വഴി കയ്യാണ്. അപ്പൊ ഇവിടേക്ക് ബാക്കോട്ട് പോന്നു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടുന്ന് കുറച്ചും പോന്നപ്പോ നമ്മള് റൈറ്റ് തിരിഞ്ഞതാ. അപ്പൊ ഇവിടെ ഒരു T റോഡ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നേരെ ബാക്ക് ഇട്ടിട്ട് റൈറ്റ് ഇട്ടാ മതി. അപ്പൊ നമ്മളെ റോഡെത്തും. ഈ കാണുന്ന റോഡ് കൂടിയാണ് നമ്മള് പോകുന്നത്. അപ്പൊ നേരെ ബാക്ക് ഇടുക, എന്നിട്ട് റൈറ്റ് ഇടുക. പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 209 പോയിന്റ് സംതിങ് ആ കിട്ടിയത്. അത് വലിയൊരു ഇതില്ല. കിലോമീറ്റർ നമ്മളെ 18 ഇല്ല, എത്ര 16 17 എത്ര റേഞ്ച്. ഏതായാലും ഇപ്പൊ ഇനി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോകണം. ഇതിൽ കൂടി ഒന്നും റോഡ് ഫുൾ ആയിട്ടില്ല, കംപ്ലീറ്റ് ആവണില്ല. അപ്പൊ ഇതിൽ കൂടി പോയാൽ നമ്മളെ എയർപോർട്ടിന്റെ ബാക്കിലേക്കുള്ള കാലടി റോഡിലേക്ക് എത്തും. അവിടുന്നാണ് ഇപ്പൊ തിരിഞ്ഞു പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് എയർപോർട്ടിന്റെ ആ ഭാഗത്തേക്ക് പോകണോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ ഇവിടുന്നേക്ക് ട്രിപ്പ് അടിക്കുള്ളൂ. നമ്മളിവിടെ എയർപോർട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. വന്നപ്പോ നമുക്ക് ക്യൂ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. 150 വണ്ടി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്.
അപ്പൊ ടെർമിനൽ 2ഉം 3ഉം ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ ഉള്ള ലെഫ്റ്റ് ഡൊമസ്റ്റിക്കാണ് ടെർമിനൽ 1. അപ്പോ എയർപോർട്ടിൽ നിക്കണോ വേണ്ടേ നിക്കാണ്. നിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വേഗം പോണം. 180 വണ്ടിയുണ്ട്, ഇതുവരെ 185. ഇപ്പൊ വേഗം ഒരു 5 കുറച്ചിക്കുക. നമ്മൾ നിക്കാൻ വേണ്ടിട്ടായിരിക്കും, വണ്ടി കുറെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട്. ഇനി ലാസ്റ്റ് ഒരു 80-800 അങ്ങോട്ട് നിർത്തിക്കും. അപ്പൊ നമ്മള് കരുതും അത്രയും നിന്നാലും ഇനി നിക്കാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കും. അപ്പൊ ആദ്യം ഇങ്ങനെ കുറക്കൊക്കെ ചെയ്യും. അപ്പൊ എന്താന്നോ, വേണോ വേണ്ടെന്ന് ഇപ്പൊ തീരുമാനിക്കണം. അപ്പളേ നമുക്ക് ഇവിടെ നിക്കണ്ട, നമ്മള് പോട്ടെ. പാലം കയറുന്നതിന് മുമ്പ് നമ്മുടെ ജസ്റ്റ് ലെഫ്റ്റ് ആക്കിയതിനു. അപ്പൊ നമ്മളെ സെക്യൂരിറ്റി മാം ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അവന് വെറുതെ നടത്തിക്കണ്ട അല്ലെ, അപ്പൊ തന്നെ പോവാ. ഞാൻ നോയിക്കോട്ടോ, വണ്ടി എടുത്തു കഴിഞ്ഞാല് കണ്ടോ ബാക്ക് തിരിഞ്ഞു പോയിപ്പോ നമ്മൾക്കായിട്ട് വരികയാണ്. നമ്മള് ഏതായാലും നിക്കണില്ല. എന്നാ പിന്നെ ഇവിടെ കണ്ടോ നോ പാർക്കിംഗ് ആണ്. അപ്പൊ ഇവിടെ മറ്റേ ഇങ്ങനെ ഏതെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാല് ആ പമ്പത്തെ പെട്രോൾ പമ്പത്തെ സെക്യൂരിറ്റിക്കാരനെ വരിക. ആള് ഇത്രയും നടന്നു വരണം. അതാണ് പതുക്കെ വരുന്നത്. ചിലപ്പോ എന്താ ഇപ്പൊ ഒന്ന് വന്ന് പോയിട്ടുള്ളൂ ഉണ്ടാവുക. അപ്പൊ നമ്മള് വണ്ടി ഓടിച്ചപ്പോ ഓനും ഓടിച്ചു. അപ്പൊ നമ്മളെന്തായാലും നിക്കണില്ലല്ലോ. അപ്പൊ ജസ്റ്റ് പാലം കയറിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പാലത്തിന്റെ അടിയിൽ കൂടി പോയി യൂട്ടൺ അടിക്കണം. അവിടേക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക. വണ്ടി റൈറ്റ് സൈഡിലുണ്ട് ഇവിടെ മറ്റേ സോളാർ വെച്ചൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടേക്കാണ് വെയിറ്റ് ചെയ്യുക. അവിടെയൊക്കെ വെയിറ്റ് ചെയ്താലും ക്യൂല് കിടക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാന്നോ, വേഗം അത്താണി പോവാം. അത്താണി പോയിട്ട് നമ്മളെ പറവൂർ റോട്ടുമ്പോ കേറിയിട്ട് അവിടെ നിക്കാം. ഇവിടെ കണ്ട ഗ്രൗണ്ടിൽ കുറെ വണ്ടികൾ. ഇതിലിപ്പോ സൂം ചെയ്യണം. അപ്പോ ഇത് സോളാറിന്റെ ഗ്രൗണ്ടാണിത്. അപ്പൊ അവിടെയാണ് വണ്ടികളൊക്കെ നിർത്തിയിടല്. അവിടെ ഒഴിഞ്ഞ സ്ഥലം. പക്ഷെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല വെയിലേക്കാരം. നമുക്കൊരു 5 മിനിറ്റ് നിക്കാം. പക്ഷെങ്കിൽ അപ്പത്തിന് AC ഇടേണ്ടി വരും. അങ്ങനെ നിക്കേണ്ടി വരും മണിക്കൂറോളം. അപ്പൊ അതിലാറെ ഉള്ളത് ഇവിടുന്ന് പോണതാ. പിന്നെ എയർപോർട്ടിന്റെ കുറച്ചൊക്കെ ആ ഭാഗത്തേക്ക് പോയാൽ തണലുള്ള ഏരിയകളുണ്ട്, അവിടെയൊക്കെ വണ്ടികൾ ഫുൾ ആയിട്ടും ഉണ്ടാവും. അപ്പൊ ഏതായാലും നമ്മള് വേഗം അത്താണി പോവാ. അത്താണിയിൽ നല്ല തണലുള്ള റോഡുകളുണ്ട്, അവിടെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാ ഇറങ്ങണ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. ഏതാണ് ഫ്ലൈറ്റ്? എയർ ഇന്ത്യ ആണ്. ചുവപ്പ് കളറാണ് വാല്. എന്താ ഇവിടെ തന്നെ ഇറങ്ങുക കാട്ടില്? എയർപോർട്ട് എത്തിയില്ലല്ലോ, അപ്പൊ തന്നെ ഇറങ്ങുക. ഇവിടെ അത്താണി ഇതിപ്പോ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എന്തോ ഇളന്തിക്കര അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാ. ഞാനേ ഇപ്പൊ സിഗ്നലിലാണ്. ആ ഗ്യാപ്പിൽ വേഗേ പഴം കഴിക്കട്ടെ, ചെറിയൊരു വിശപ്പുണ്ട്. പഴമൊക്കെ നല്ല തണുത്തിക്കണ്. അപ്പൊ എന്താന്നോ, വേഗം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കസ്റ്റമർ ഇവിടെ ഉണ്ട്, അഭിജിത്ത് ആണ്. ഞാൻ ജസ്റ്റ് ഓൺ ദ വേ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ആകെ 200 മീറ്ററും കൂടെ ഉള്ളു. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടോ, അഭിജിത്തിന്റെ ആ ട്രിപ്പ്. ഇത് നമ്മളെ ഗുരു സ്മാരക വായനശാല ഇളന്തിക്കരയിലാണ് ഡ്രോപ്പ് ചെയ്തത്. ഇവിടെ ഒരു ചെറിയ സ്കൂളൊക്കെ ഉണ്ട്, LP സ്കൂളെന്ന് തോന്നുന്നുണ്ട്. ചെറിയ കണ്ടോ കുട്ടികള്. അപ്പോ ഇതിന്റെ അവിടുന്ന് ഒരു 2ാമത്തെ വീടിന്റെ അവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പൊ ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടെ. നേരത്തെ 2 കടി അടിച്ചിട്ട് എടുത്ത് വെച്ച് പഴം. കാറാവുണ്ട് കുഴപ്പമില്ല, പൊടിയൊന്നും പാറൂലല്ലോ. അപ്പൊ ഇനി ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ. സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരട്ടെ. ചില സമയത്താണ് സീറ്റ് ബെൽറ്റ് ഒന്നും ഊരൂല. അപ്പൊ നമ്മള് വിശ്രമിക്കേക്കരം എവിടെയാലും. ചിലപ്പോ അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ട്രിപ്പ് സൈഡാക്കി ഉടനെ മൊബൈലിൽ കളിക്കുക. അപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെ കളിക്കും. ഇനി ബാക്ക് പോയിരിക്കണം. ബാക്കിലാകുമ്പോ എന്താ, സീറ്റിൽ കാലും നീട്ടാണ് ഇരിക്കാം. ഞാൻ അതാ ചെയ്യല്. കാരണം ഈ സ്ട്രക്ചറിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കല്ലേ, പിന്നെ വണ്ടി ഓട്ടം ചെയ്യാണ്. അപ്പോ അവിടെ ഇരിക്കുമ്പോ കാല് നീട്ടി അടിപൊളിയായിട്ട് ഇരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി പിടിക്കണം, നല്ലതായിരിക്കും. എപ്പോഴും ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇതിൽ തന്നെ ഈ പൊസിഷനിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് സീനാണ്. ഇടയ്ക്കൊക്കെ ട്രിപ്പ് ഇല്ലാത്ത സമയത്ത് ഇറങ്ങി നടക്കുക. റോഡൊക്കെ വേണമെങ്കിൽ ഇറങ്ങി നടക്കുക, പക്ഷെ അതിൽ ഇരിക്കാൻ പറ്റൂല. അപ്പൊ അതിലാറല്ലേ ബാക്കിൽ കാല് നീട്ടി ഇരിക്കണതാ. അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ കേട്ടോ. അവിടുന്ന് പോന്നിട്ടോ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ അവിടെ ഇങ്ങനെ മൊബൈലിൽ കളിച്ചിരുന്ന്. അപ്പൊ നമ്മള് CNG 2 പുള്ളിയായിട്ടുണ്ട്. അപ്പൊ CNG ഇവിടെ നമ്മളെ നോർത്ത് പറവൂരിന്റെ അവിടെ ഒരു പമ്പ് ഉണ്ട് CNGന്റെ. അപ്പൊ ഞാൻ നോർത്ത് പറവൂർക്കാണ് ഡെസ്റ്റിനേഷൻ ഇട്ടത്. അവിടേക്ക് 11 കിലോമീറ്ററും അത്താണിക്ക് 17 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്ത് നോക്കുമ്പോഴും ഇതാണ് അടുത്ത്. പിന്നെ പുത്തമ്പേരിക്കാരി അടുത്താണ്. അവിടെ എന്താണ് അവസ്ഥ അറിയില്ല. അപ്പൊ നമ്മള് ഇന്നാളത്തെ പോലെ ഇവിടെ ഒരു CNG പമ്പ് ഉണ്ട് പറവൂരില്. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി നോക്കാം. അതിനിടയ്ക്ക് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോടാ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ CNG പമ്പിലേക്ക് പോയിട്ട് CNG അടിക്കാം. നമുക്ക് 2 പുള്ളി ഉള്ളു. 2 പുള്ളി ഇപ്പൊ ആയിട്ടുള്ളൂ. ഇതിൽ എന്തായാലും ഒരു 30 കിലോമീറ്ററും കൂടി പോകും. അപ്പൊ പമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അടിക്കാം. നമ്മള് ജസ്റ്റ് ഇവിടെ ഒരു തണലത്ത് വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഒരു 2.7 കിലോമീറ്ററും കൂടി ഉണ്ട് പറവൂര് ജംഗ്ഷൻക്ക്. അപ്പോ നമ്മൾ ജംഗ്ഷൻക്കാണ് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഡെസ്റ്റിനേഷൻ അല്ല, മാപ്പിലാട്ടോ. ഊബറിന്റെ ഡെസ്റ്റിനേഷൻ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ അതും പാടെ കഴിഞ്ഞിട്ടാണ് നമ്മളെ CNG പമ്പ് ഉള്ളത്. അപ്പൊ പോരുന്ന വഴിക്കിപ്പോ നമുക്ക് 2 മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എടപ്പള്ളിക്കായിരുന്നു. അത് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. അവിടുന്ന് അടിച്ചാൽ മതിയായിരുന്നു. അപ്പോളെ CNG കഴിയുള്ളൂ. 2 പുള്ളി ഉണ്ടല്ലോ. ഞാൻ ഏതായാലും ഇവിടെ നല്ലൊരു തണലിട്ടുണ്ട്. ഒരു വീടിന്റെ മതിലിട്ടത്.
അപ്പൊ ഇവിടെ ഒരു 10-15 മിനിറ്റ് നിന്ന് നോക്കാം. ഏതായാലും ഇപ്പൊ ഇങ്ങനെ ഫുള്ള് കാലടിച്ച് പോണല്ലേ. അപ്പൊ വരുന്ന വഴിക്ക് 2 മാച്ച് ട്രിപ്പ് വരും ചെയ്താൽ കിട്ടും ചെയ്തില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് CNG അടിക്കാൻ പോവാം. ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 10:36 ആയപ്പോ ഇൻട്രസിറ്റി ആണ്. 1.6 കിലോമീറ്റർ പിക്കപ്പ്. ഒരു ഷബാനയാണ്. പക്ഷെ കൊടുങ്ങല്ലൂർക്കാണ് ട്രിപ്പ് ഉള്ളത്. അവിടെ CNG പമ്പ് ഉണ്ടാവുമോന്ന് എനിക്ക് അറിയില്ല. താജ് വിളിക്കണ്ട്. അപ്പൊ CNG പമ്പ് ഉണ്ടാവില്ല. പിന്നെന്താന്നോ നല്ല റേറ്റ് ഉണ്ട്. ഇന്റർസിറ്റി ട്രിപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. അപ്പൊ ഷബാനിന്റെ അടുത്തേക്ക് പിക്ക് ചെയ്യാൻ പോട്ടെ. ഇതിപ്പോ എവിടുന്നാണ് പിക്കപ്പ് നോക്കണം ആദ്യം. ബാക്ക് കാട്ടോ, അല്ല ബാക്ക് അല്ല, ഫ്രണ്ടിക്ക് തന്നെയാണ്. ഫ്രണ്ടിക്ക് പോയിട്ട് റേറ്റ്. കാരണം ഇവിടെ ഒരു പുഴ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ കവർ ചെയ്ത് പോകുന്നത് പുഴയാണ്. അപ്പൊ അങ്ങോട്ട് പോയില്ലല്ലോ. അങ്ങോട്ടൊരു വലിയ പുഴ ഉണ്ടല്ലോ, അവിടേക്ക് പാലമല്ല. അപ്പൊ ഇതിൽ കൂടി തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് റൈറ്റ് ഫ്രണ്ടിക്ക് പോയിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തി. കുറച്ച് ചെറിയ റോട്ടിലാട്ടോ. പക്ഷേ ഇവിടെ ആളെ കാണാനില്ല. നമ്മള് കറക്റ്റ് പോയിന്റിൽ കിടക്കുന്നുണ്ട്. ഷബാനൊന്ന് വിളിച്ചോക്കട്ടെ. ഹെഡ് കാണുന്നില്ല, അതാണ് പ്രശ്നം. ഹെഡ് കാണുന്നുണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഹെഡ് കാണുന്നില്ല. ഹലോ 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 ഊബറാണ്. ഇവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഹലോ ഇവിടെ ഇതില് കൊടുത്ത ഇതില് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ചെറിയ റോഡല്ലേ, മണ്ണിട്ട റോഡ്. സ്ഥലം എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. ഞാനിപ്പോ ഇതില് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതില് നോക്കിയാലേ വണ്ടി ഓക്കെ. അല്ല നിങ്ങള് ബുക്ക് ചെയ്ത ഊബറിന്റെ ആപ്പില് വണ്ടി അവിടെ കിടക്കുന്നത് കാണാൻ കഴിയും. അടുത്തുണ്ടോ നോക്കിയാണ്. നിങ്ങൾ ബുക്ക് ചെയ്ത ആപ്പില്, ഊബറിന്റെ ആപ്പില് വണ്ടി അവിടെ കിടക്കുന്നതെന്ന് കാണാൻ കഴിയും. അടുത്താണോ ഇല്ലെന്ന് നോക്കിട്ട് പറയാം. ഞാനല്ല ബുക്ക് ചെയ്തത്, എന്റെ ജ്യേഷ്ഠത്തിയാണേ. എവിടക്കപ്പോ വരണ്ടപ്പോ? നിങ്ങൾ എവിടെ നിൽക്കണം പറഞ്ഞാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. എത്തിട്ടോ. ഇതാണ് വീട്. അവിടുന്ന് ഒരു 100 മീറ്റർ ഫ്രണ്ടിക്കോള് പോരാണ്ടായിരുന്നേ. പക്ഷെങ്കിലേ വഴി അറിയില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താണ് ചെയ്യാ. പിന്നെ നേരെ പോരാൻ പറഞ്ഞു. ഇതാണ് പിന്നെ നേരെ പറഞ്ഞ വഴി. അപ്പൊ ഇവിടെ എത്തിയപ്പോ എന്നെ കണ്ടുക്കണം. അവിടെ പറഞ്ഞിട്ട് ആരോ ഉണ്ട്. അപ്പൊ വണ്ടി വേഗം ഒന്ന് ഓടിക്കട്ടെ. വരുമ്പത്തിന് അങ്ങോട്ട് കയറ്റിയാല് ഇവിടെ ഓടിക്കാനും കുറച്ച് റിസ്ക് ആയിരിക്കും. മുറ്റത്ത് കയറ്റാം. വണ്ടി ഓടിക്കുന്ന ഇടയിലേ നമ്മളെ ക്യാൻസലേഷന്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ വെയിറ്റിംഗ് ചാർജ് 6.45 രൂപയുടെ അഡീഷണൽ കിട്ടുമെന്നാണ് കാണിക്കുന്നത്. അപ്പോ ആള് വന്നോണ്ടിരിക്കാണ്. നമ്മളെ പച്ച ടൈമിങ് കൂടിക്കൊണ്ടിരിക്കുന്നില്ല. മറ്റേത് ഒരു 4 മിനിറ്റ് ഉണ്ടായിരുന്നു, അത് കുറഞ്ഞ് 10 മിനിറ്റ് കൂടിക്കൊണ്ടിരിക്കാണ്. കസ്റ്റമർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇനി പോയി ഡ്രോപ്പ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ ഇന്റർസിറ്റി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അവിടെ കൊടുങ്ങല്ലൂർ ഒരു ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മളെ കസ്റ്റമർ അതിൽ പോയി. അപ്പോൾ അത് നമുക്ക് ലാഭമുള്ള ട്രിപ്പ് ആയിരുന്നു. 13 കിലോമീറ്റർ പോകുന്നിട്ടുള്ളൂ. 350 രൂപ കിട്ടിയിട്ടുണ്ട്. ഇന്റർസിറ്റി ആയതുകൊണ്ട് അരമണിക്കൂർ കൊണ്ടോട്ടോ എത്തിയത്. നമ്മള് 2 ലേഡീസ് ആയിരുന്നു. അപ്പോ മറ്റേ അവരെന്തോ സർജറി കഴിഞ്ഞ് വരണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പോരണം. പോന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് മറ്റേ പേഷ്യന്റ് ഫ്രണ്ടിലായിരുന്നു ഇതിനെ. അപ്പൊ അങ്ങനെ കുറെ സംസാരിച്ചൊക്കെ പോന്ന്. പിന്നെ ഇവിടെ എത്തിയപ്പോ 488 18 എത്രയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 489 വേണ്ട 490 ആക്കിയിട്ട്. എന്തായാലും 2 റുപ്യ ചില്ലറ കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ 490 പറഞ്ഞേ. അപ്പൊ എന്നോട് പറഞ്ഞു 400 എത്ര. ആദ്യം ബുക്ക് ചെയ്തപ്പോ ചെറിയ എമൗണ്ട് ഒക്കെ കണ്ടിക്കണേ. മറ്റേ അതിലെത്ര ഒരു 6 റുപ്യ 4 റുപ്യ എന്തോ കുറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്നോട് അതല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഇത് ഒന്നും കൂടിയുണ്ട്. എന്താ വെച്ചാല് മറ്റേ അവിടെ വെയിറ്റ് ചെയ്തതിന്റെ പൈസയൊക്കെ കൂടിയിട്ടുണ്ടാവാന്ന് പറഞ്ഞ. ഓക്കെ. അപ്പൊ 488 ഞാൻ കാട്ടിക്കൊടുത്ത്. അപ്പൊ 488 കൊടുക്കുമ്പോ എന്തായാലും ചില്ലറ എന്തായാലും ഇല്ല. ഗൂഗിൾ പേ ആൾക്കില്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ 480 റൗണ്ട് ആക്കി വെച്ചിരുന്നു നോട്ട്. അതും ഒരു 10ന്റെ കോയിനും തന്നു. അങ്ങനെ 490 തന്നിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി പോരുന്ന വഴിക്ക് നമ്മൾ CNG പമ്പിന്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. ഞാൻ എന്റെ മനസ്സിൽ അങ്ങോട്ട് പോകുമ്പോ CNG അടിക്കാന്നായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് ആ റോഡ് പോകാൻ പറ്റൂല. അത് റൈറ്റ് സൈഡത്തെ സർവീസ് റോഡ് കൂടി പോകണം. അതിപ്പോ നമുക്ക് എന്തായാലും അതിൽ പോകാൻ പറ്റൂല. 1 വേ ചെറിയ റോഡാ. ഹൈവേന്റെ പണി എടുക്കണോണ്ട്. അപ്പൊ ഇതിൽ കൂടി തന്നെ പോകണം. അപ്പൊ എന്തായാലും അവിടുന്ന് തന്നെ CNG എടുക്കേണ്ടി വരും. ഇനിയിപ്പോ അതാണ് നമുക്ക് അടുത്തുള്ളത്. അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ നമ്മൾ പോന്നിട്ടുള്ളൂ. അപ്പൊ 2 കിലോമീറ്റർ പോന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെങ്കിൽ ഇതിലെ പോയിട്ട് നമുക്ക് ചുറ്റുമ്പത്തിന് ഏകദേശം കിലോമീറ്റർ ആവും. എന്നാലും കുഴപ്പമില്ല. ഇനി എന്തായാലും CNG അടിക്കൽ നിർബന്ധമാണ്. അവിടെ കൊടുങ്ങല്ലൂർ ജംഗ്ഷനിൽ നിന്ന ട്രിപ്പൊക്കെ അടിയും. പക്ഷെങ്കില് CNG ഇല്ല. CNG പോയിട്ട് അടിക്കട്ടെ. ഇനി ആ ഭാഗത്തേക്ക്, ആ തൃശ്ശൂർ ആ ഭാഗത്തേക്ക് കിട്ടിക്കഴിഞ്ഞാല്
പണി പാളും. അപ്പൊ വണ്ടിന്റെ പണി എടുത്തതേ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള സൗണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോ അത് ചെറുതായിട്ട് അടിയിൽ നിന്ന് കിടികിടി സൗണ്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇന്നലെ മൊത്തത്തിൽ ഒന്ന് അയച്ച് പണിയതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ കുറവുണ്ട്, അതുകൊണ്ടാണ് ഇതുവരെ കിട്ടാതിരുന്നത്. അപ്പൊ ഇപ്പൊ കുറച്ചൊന്ന് ഓടിയപ്പോ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും അത്ര വലുതായിട്ടുള്ള സൗണ്ട് ഇല്ല, ചെറുതാണ്. അപ്പൊ നാളെ മറ്റന്നാൾ ഒന്നുകൂടി വർക്ക്ഷോപ്പ് കയറ്റേണ്ടി വരും. അപ്പൊ ആ സ്പോട്ടിൽ നമുക്ക് ആ റെഡ് സൈഡിൽ നിന്നുള്ള ഹമ്പി ആടുമ്പോഴുള്ള സൗണ്ടും പാടെ ക്ലിയർ ചെയ്യേണ്ടി വരും. എന്തായാലും ഇപ്പൊ ഇതിന് സൗണ്ട് ഒന്നും കൂടി വരുന്നുണ്ട്. അവര് ശരിയാക്കിയത് കറക്റ്റ് ശരിയായിട്ടില്ല. പിന്നെ നമ്മളെ വലിവിൻ്റെത് എനിക്കിപ്പോ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിങ്ങനെ നമ്മള് സ്പീഡിൽ പോകുമ്പോഴാണ് കിട്ടല്. അപ്പൊ അതിപ്പോ സ്പീഡ് പോകുമ്പോ കുഴപ്പമില്ല, കിട്ടണമെന്നില്ല. പക്ഷെ മറ്റേത് സൗണ്ട് ഉണ്ട്, ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള സൗണ്ട് അത് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അത് ഒന്നുകൂടി കാണിക്കണം. അപ്പൊ ഞാനേ കുറെ അങ്ങോട്ട് പോന്നതിന് ശേഷം ഇനി കഴിഞ്ഞു പോയോ നോക്കാൻ വേണ്ടിട്ടേ മാപ്പ് ഒന്ന് ഇട്ട് നോക്കിയതാ. അപ്പൊ 5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് CNG പമ്പിക്ക്. കാരണം അത് അവിടെ പോയിട്ട് പോയ കഴിഞ്ഞിട്ട് വേണം കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു യൂട്ടേൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിൽക്കൂടി കയറി പോരേണ്ടി വരും. നമ്മൾ ഈ സർവീസ് റോഡ് കൂടിയാണ്. ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഇവിടെ എവിടേക്ക് ആയിരുന്നു. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ആകെ 1 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല. സർവീസ് റോഡ് ശരിക്കും പോവാ. പക്ഷെ എങ്കിൽ എന്താ വെച്ചാൽ അത് ഇടക്കിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചില ഗ്യാപ്പിൽ ചെറിയ റോഡാണ്. ഞാൻ കൂടി പോയിട്ട് അഥവാ ഇപ്പൊ ഈ ഹൈവേന്റെ പണി നടക്കണോണ്ടേ ചിലപ്പോ വൺ വേ ആണോ എന്താ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പൊ ഞാൻ ഇതിലെ തന്നെ പോകുന്നു. ഇപ്പൊ കുഴപ്പമില്ല, 5 കിലോമീറ്റർ കൂടി പോയിട്ട് 5 ഉണ്ടാവൂല, നമുക്ക് ഈ പുഴ കടക്കേണ്ടി വരൂല. അതിന്റെ മുമ്പ് ഇവിടുന്ന് യൂട്ടേൺ അടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 2 കിലോമീറ്റർ കുറയും. അങ്ങനെ നമ്മള് പമ്പിലെത്തിയിട്ട് കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പുഴ കയറിയില്ല, അതിന്റെ മുമ്പ് യൂട്ടേൺ അടിച്ചു. അപ്പൊ അവിടെ 2 വണ്ടിയും പാടെ ഉണ്ട്. ഈ ചോപ്പ് വണ്ടി പെട്രോൾ ആയിരിക്കും അല്ലേ, സ്കോഡയാണ്. അപ്പോ അപ്പുറത്തതാണ്. അപ്പൊ ഇനി സ്കൂട്ടി മാറിക്കണം, എന്നാലേ ഇപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. CNG അടിച്ചു 450 രൂപക്കാട്ടോ CNG അടിച്ച്. പ്രഷർ കുറവാണ്, അതുകൊണ്ട് 3 കട്ട അപ്പൊ തന്നെ അല്ല. അപ്പോ നമ്മളെ കഴിഞ്ഞ എത്ര ഓടിയത് 168 കിലോമീറ്റർ ആണ് ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. പെട്രോൾ മിന്നിക്കളിക്കാട്ടോ, പെട്രോൾ അടിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പൈസ അല്ല. അതിനെ അടിക്കണീന്റെ മുമ്പ് തന്നെ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഷർ ഇല്ലാന്ന്. പിന്നെന്താന്നോ, നമുക്കിപ്പോ എന്തായാലും ഫുള്ള് കഴിഞ്ഞിക്കണു. അപ്പൊ പിന്നെ പ്രഷർ ഇല്ലെങ്കിലും ഉള്ളത് അടിഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെ 6 കട്ട കിട്ടിയിട്ടുണ്ട്. മതി, 6 7 കട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 കട്ടയാണ് ഇല്ലാത്ത. അപ്പൊ എന്താന്ന്, മറ്റേത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളും കഴിഞ്ഞിക്കണു, CNGയും കഴിഞ്ഞിക്കണു. അപ്പൊ ഉള്ളത് കിട്ടിക്കോട്ടെ എഴുതിയിട്ടേ അതാണ് അടിച്ചിക്കണു, പ്രഷർ ഇല്ലാന്നോണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ എവിടെയൊക്കെ തണലത്ത് വെയിറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിക്കണില്ലാന്നില്ല, നമുക്ക് ആ എറണാകുളം ഭാഗത്തേക്ക്, ആ ഭാഗത്തേക്ക് തന്നെ പോയോക്കാം. സമയം 12 മണിയായി. അപ്പൊ ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ വെറുതെ വട്ടം കറങ്ങായിരുന്നു. അപ്പൊ പറവൂർക്ക് ഇപ്പൊ ഇനി ഞാൻ നോക്കുമ്പോ 8.7 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ഏതോ ഒരു ചന്തന്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ്, മാർക്കറ്റിന്റെ അകത്തൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെറിയൊരു ഹോട്ടലിന്റെ ബോർഡ് കാണുന്നുണ്ട്, ആ ചുവപ്പ് ബോർഡുണ്ടോ. അപ്പൊ അവിടെ ബിരിയാണി പൊറോട്ട എന്നൊക്കെ എഴുതിക്കണേ. അപ്പൊ എന്തായാലും ഫുഡ് ആയിക്കട്ടെ. ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. 12:21 ആയിട്ടുണ്ട് സമയം. ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോ ഇവിടുന്ന് എങ്ങനെയൊക്കെ അടിച്ചു പോണല്ലോ. അപ്പോ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചു. ബിരിയാണി അത്ര പോരാ, മറ്റേ ബിരിയാണിയാണ്. ഈ എറണാകുളത്ത് ബിരിയാണി നമ്മൾ കരുതണ പോലെ ആവില്ല. മറ്റേ മന്തി റൈസ് പോലത്തെ വലിയ റൈസാണ്, വലിയ രസമല്ല, ചെറിയ മധുരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ബിരിയാണിയായി. പിന്നെ ഹാഫാണ് പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. എറണാകുളത്ത് നിന്ന് എവിടുന്ന് ബിരിയാണി വാങ്ങുമ്പോഴും ഞാൻ ഹാഫാ വാങ്ങല്. കാരണം ഇഷ്ടപ്പെടാത്ത ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തിന്നാതെ കളയണ്ടല്ലോ. ഇതാകുമ്പോ വലിയ പ്രശ്നമില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ ഹാഫാകുമ്പോ. അപ്പൊ ഏതായാലും ഇപ്പൊ ഇവിടുന്ന് 8 കിലോമീറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട് പറവൂർക്ക് ഞാൻ നോക്കട്ടെ. ഇവിടുന്ന് നേരെ വിട്ടാല് നമ്മളെ ഹൈവേക്ക് എത്തും, റോഡ് പണീന്റെ അടുക്ക്. അത് നേരെ ഇങ്ങോട്ട് വിട്ടാല് പറവൂരെത്തും. ഞാനേ ഏകദേശം ഇങ്ങനെ പോന്ന് പറവൂര് ഏകദേശം എത്തി. അപ്പൊ ഞാന് ഒരു സ്ഥലത്ത് ഒരു മാച്ച് ട്രിപ്പ് വന്നപ്പോ ജസ്റ്റ് ഒന്ന് സൈഡാക്കി. അപ്പൊ ആ മാച്ച് അക്സെപ്റ്റ് ആയില്ല. പക്ഷെ എങ്കിലും ഇങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയും തിരഞ്ഞ് ഇങ്ങനെ പോയേനെ. അപ്പൊ പെട്ടെന്ന് പള്ളിന്റെ മുമ്പ് ഒരു മാച്ച് ട്രിപ്പ് വരും ചെയ്തു. അപ്പൊ കിട്ടിയില്ല. അപ്പൊ ഞാൻ കുറച്ചപ്പുറത്ത്, അവിടെ ഇടാൻ ഗ്യാപ്പില്ല. അപ്പൊ കുറച്ചിങ്ങോട്ട് പോന്നിട്ട് ഒരു വീടിന്റെ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഇട്ടുക്കണു. അപ്പൊ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കുറച്ചുള്ളൂ, റോഡ് കയ്യാണോട്. ഞാൻ ഒരൊറ്റ വീടുള്ളൂ. ഇതിനകത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്, ഈ കത്തിയൊക്കെ മൂർച്ചം കൂട്ടണ അങ്ങനത്തെ പരിപാടികളാണ്. അപ്പൊ ആളോട് ഞാൻ പറഞ്ഞിട്ട് വണ്ടി ഇവിടെ ഇട്ടു, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്യട്ടെ, പള്ളിയിലെ പ്രസംഗം കഴിയുന്നുള്ളൂ. അപ്പൊ കുത്തുബൊക്കെ തുടങ്ങണോണ്ടാവുക, വേഗം പോയാല് ജുമ കിട്ടും. എന്തായാലേ പള്ളിയിൽ പോയിട്ട് വരാം. സമയം 2:12 ആയിട്ടോ. ഒരു മാച്ച് ട്രിപ്പ് വന്നേനു. ഇവിടെ റിക്വസ്റ്റ് മാച്ചിങ്ങിലാണ്, കിട്ടുമെന്ന് നോക്കട്ടെ. ഞാൻ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഇതുവരെ ഞാൻ അവിടെ കണ്ടോ സ്റ്റൂളുണ്ടോ, ആളോട് സംസാരിച്ചിട്ട് ഇരിക്കായിരുന്നു. ആ ട്രിപ്പ് കിട്ടിയില്ല. കാരണം ഫോണ് ലോക്കിലായിരുന്നു. ലോക്കൊക്കെ തുറന്ന് വന്നപ്പോത്തിന്
എറണാകുളം സൗത്തേക്ക് നല്ലതായിരുന്നു കിട്ടിയേക്കണെങ്കിൽ. 1:20 പള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വന്നിട്ട് പോകുമ്പോ എനിക്ക് വല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ആളോട് കുറച്ചേരം ഇങ്ങനെ സംസാരിച്ചു. ആള് മറ്റേ കൊല്ലുംപണിയാണ്, കത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. അപ്പൊ അവിടെ എന്തൊക്കെ കത്തി ഉണ്ടാക്കണം. അപ്പൊ കുറെ ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ 2:12 ഇപ്പൊ വണ്ടിന്റെ അടുത്തേക്കാണ് വന്നപ്പോ ഒരു ട്രിപ്പാണ് അടിച്ചത്, മാച്ച് ട്രിപ്പ്. പക്ഷെ അത് കിട്ടിയില്ല, അത് പോയി. അപ്പൊ ഞാൻ എന്തായാലും പിന്നെ കാണാന്ന് പറഞ്ഞിട്ടേ കുറെ നേരമായി അവിടെ വെറുതെ ഇരിക്കണോ വർത്താനം പറഞ്ഞിട്ട്. പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. ഞാൻ അവിടേക്ക് ആ ഭാഗത്തേക്ക് പോയോക്കട്ടെ. പോന്ന് ഇങ്ങനെ കൂനമ്മാവ് എത്തിയിട്ടുണ്ട്. ഇതിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലേ ഈ പരിപാടി, JCB തൊള്ളിയും പൊളിച്ചിക്കണേ റോഡ് സൈഡിൽ അല്ലേ. ഇപ്പൊ ഈ റോഡുമ്പോ തന്നെ ഞാനൊരു 3-4 വട്ടം കണ്ടിട്ടുണ്ടാവും. ഒക്കെ ഓരോ ടീം തന്നെ കയറും. ഒരു 10-5 കിലോമീറ്റർ അപ്പുറം ഇങ്ങനെ നിൽക്കാൻ. കാരണം എന്താന്നോ, ഒരു ഭാഗത്ത് കാണുമ്പോ വണ്ടിയിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, വാങ്ങണോ വാങ്ങണോ. പിന്നെ അടുത്ത പ്രാവശ്യം കാണുമ്പോ നേരെ ഡയറക്റ്റ് വാങ്ങും. അപ്പൊ എന്താ, ഈ കച്ചവടം നടക്കണൊക്കെ ഒരാൾ തന്നെ കയറും. അങ്ങനെയൊക്കെയാണ് ബിസിനസ്സുകളാണ് മുഴുവൻ. നമ്മളിതവിടെ ഇങ്ങനെ പോന്നേ കൂനമ്മാവ് എത്തിണ്ട്. കൂനമ്മാവ് ജംഗ്ഷനാണിത്. ഇനിയിപ്പോ ഇവിടുന്ന് വല്ല ട്രിപ്പ് ഓടിയോ, ഇങ്ങനെ പോയോക്കട്ടെ, എടപ്പള്ളിക്ക് പോയോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കട്ടെ, യൂട്ടേൺ അടിക്കാണ്. എന്നിട്ട് നമുക്ക് ആ സർവീസ് റോഡ് വഴി ലെഫ്റ്റ് കൂടെ ഒന്ന് കയറി പോണം. എവിടേക്കും വെച്ചാല് എവിടേക്കും ഇല്ല, ടൊപ്പിന്റെ വീട്ടിക്കാ. അപ്പൊ വെറുതെ ഏതായാലും ട്രിപ്പ് ഇല്ല. അവന്റെ വീടിന്റെ മുമ്പില് നല്ല തണലുണ്ട്. എന്തൊരു മൂച്ചിന്റെ മരണ്ട്, ഇന്നാള് നമ്മള് പോയി കിടന്ന സ്ഥലം. അപ്പൊ അവിടെ പോയിട്ട് ഇടട്ടെ. ഞാൻ അവരാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണും ചെയ്യാലോ. അപ്പൊ വണ്ടി എടുക്കട്ടെ. ഇതാ പോണ പോലീസ് വണ്ടി. അപ്പൊ ആ വഴിക്കൂടിയാണ് നമ്മളിപ്പോ പോകുന്നത്. അവിടുന്ന് പാലം ഇറങ്ങുമ്പോ തന്നെ അവിടെ ഒരു വൈറ്റ് ബസ് നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടേക്കുള്ള കട്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പോകേണ്ടി എഴുതിയിട്ട് ഇങ്ങനെ നേരെ പോയി. പിന്നെ ഇപ്പൊ പോയിട്ടും കാര്യമില്ല. അവിടെ ഇവിടെ എല്ലാവർക്കും വിളിക്കുമ്പോൾ ആർക്കും ഓട്ടമില്ല, ട്രിപ്പ് ഇല്ലാന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഞാൻ ടൗണിൽ പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവൂല. അപ്പൊ നമുക്ക് അവന്റെ അവിടെ പോയിട്ട് അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ അവരാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കാണും ചെയ്യാലോ. ഓരോരോ പിരാന്താള്. ഇതോട്ടോ അവിടേക്ക് പോകുന്ന റോഡ്. ഈ അവിടെ ഒരു വളവുണ്ടാവും. ആ വളവ് തിരിഞ്ഞ ഉടനെ വീട് കാണും. പിന്നെ ഇന്നാള് പോയപ്പോ അവിടെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ പണി നടക്കായിരുന്നു അവരുടെ വീട്ടില്. അതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവര് ലൈവ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നണ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്താന്നോ, തൊപ്പി ഇവിടെ ഇല്ലാന്ന് തോന്നണേ. തൊപ്പി വേറെ സ്ഥലത്താണ്. തൊപ്പിന്റെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ പണിക്കാരുണ്ട്, വണ്ടി കൊണ്ട് കയറ്റാൻ പറ്റൂല. അതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യാന് സൗകര്യം കുറവായിരിക്കും. ഞാൻ അവിടെ ഓടിക്കട്ടെ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അവിടെ ഓടിക്കാനൊരു ഗ്യാപ്പ് ഉണ്ട്. വണ്ടി ഓടിച്ചിട്ട് ഇവിടുന്ന് പോട്ടെ. അത് നടക്കൂല. അവിടെ വണ്ടി കയറ്റാൻ നടക്കൂല. അവിടെ പണിയെടുക്കാം, മതിലിന്റെ എന്തോ പണി എടുക്കുന്നുണ്ട്. തൊപ്പി അവിടെ ഉണ്ടോ കേട്ടോ. തൊപ്പിന്റെ ഫോർച്യൂണർ അവിടെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് എനിക്ക് അവിടെ നോക്കിയിട്ട് നിക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം പോകുന്നത്. ഹലോ, അപ്പൊ അങ്ങനെ നമ്മള് ഇന്നത്തെ പരിപാടി നിർത്തിട്ടോ. നമ്മളിപ്പോ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം 8:28 ആയിട്ടുണ്ട്. നമ്മള് ഊബർ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ടോട്ടല് 11 ട്രിപ്പാട്ട് എടുത്തത് ഊബറിൽ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.